തന്റെ മകളെ മർദ്ദിച്ച അഭിഭാഷകനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൈക്കുഞ്ഞുമായി ഓഫീസിൽ സമരമിരിക്കുമെന്ന് അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ അമ്മ വസന്ത. മകളുടെ മുഖം കണ്ടാൽ സഹിക്കില്ല. കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും മകൾ ശ്യാമിലിക്ക് കഴിയുന്നില്ലെന്നും അമ്മ വസന്ത മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം വഞ്ചൂരിൽ വെച്ച് മുതിർന്ന അഭിഭാഷകന്റെ മർദ്ദനമേറ്റ ശ്യാമിലിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശ്യാമിലിക്ക് മുഖത്തേറ്റ പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ശ്യാമിലിയുടെ അമ്മ വസന്തയാണ് ഇപ്പോൾ നമ്മോട് ചേരുന്നത്. അമ്മ, ശ്യാമിലിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ആരോഗ്യനില ഇത്തിരി പ്രശ്നമാണ്. ഇന്നലെ വന്നിട്ട് ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. 6-7 മാസം ഒരു കൊച്ചു കുഞ്ഞുണ്ട്, അവൾക്ക് പാല് പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഉറങ്ങാതെ ഞാനും മോനും കൂടെയാണ് ആ കുഞ്ഞിനെ കൊണ്ട് നടന്നതൊക്കെ. പാലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഒന്ന് എണീറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര കരച്ചിൽ. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ഇന്നിനി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകണം. അയാളിൽ എന്ത് തെറ്റുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുത്തേ പറ്റൂ. അവളെ പഠനം കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് സാറിൻ്റെ അടുത്താണ് അവൾ പ്രാക്ടീസിന് പോയത്. 3 വർഷമായി പ്രാക്ടീസ് ചെയ്തിട്ട്. ഇന്ന് ഒരു ഇഷ്യൂ ഇല്ല. നല്ല ഒരു മനുഷ്യനായിരുന്നു. അവളെ വിവാഹത്തിനും അവളെ കൊച്ചിൻ്റെ നൂലുകെട്ട് ചടങ്ങിനും എല്ലാം ഒരു ഫാമിലിയായിട്ട് പങ്കെടുത്ത ഒരു മനുഷ്യനാണ്. കാണുമ്പോൾ നല്ല ഒരു സ്വഭാവം. ഞങ്ങൾക്ക് ഇത്ര ഒരു ഗൂഢതയുടെ മനസ്സിൽ ഒളിഞ്ഞിരിപ്പെടുന്നു നമുക്കറിയത്തില്ല. ഒരു പുതിയ കൊച്ച് ഇപ്പോൾ അവിടെ ജോലിക്ക് വന്നിട്ടുണ്ട്. ആ കൊച്ച് ഒരു ഫയൽ ഇവളെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു ഫയലെടുത്ത് മേശപ്പുറത്ത് ഇട്ട് കൊടുത്തേനെ. അവൾ കുറച്ചുകൂടെ എന്തൊക്കെ കൂട്ടി സാറിൻ്റെ കൂടെ മോശമായിട്ട് രീതിയിൽ അവളൊരു പെരുമാറിയെന്ന് പറഞ്ഞിട്ടാണ് സാറിൻ്റെ കൂടെ പറഞ്ഞു കൊടുത്ത്. സാറ് പറഞ്ഞ് ഇനി നാളെ തൊട്ട് ഓഫീസിൽ പോകണ്ട എന്ന് പറഞ്ഞ്. ശരി, അവൾ പോയില്ല. അപ്പോഴും മോള് പറഞ്ഞ് ഇനി പോകുന്നില്ല, അവൾക്ക് ഇനി CA പഠിക്കണം എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ ശരി പഠിക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ട് അയാൾ തന്നെ അന്ന് രാത്രിയിൽ അയ്യോ ശ്യാമിലി ഓഫീസിൽ വന്നില്ലെങ്കിൽ പറ്റത്തില്ല, ഓഫീസ് കാര്യങ്ങളെല്ലാം ശ്യാമിലിക്ക് അറിയാത്തുള്ളൂ, അതുകൊണ്ട് ഓഫീസിൽ വരണമെന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ വിളിച്ച് ശ്യാമിലിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് ഇനി ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല, ശ്യാമിലി ഓഫീസിൽ വിടണം, CA പഠിക്കണമെങ്കിൽ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് അവൾക്ക് CA പഠിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ താഴ്മ പറഞ്ഞിട്ടാണ് മോള് തിങ്കളാഴ്ച തൊട്ട് വീണ്ടും ഓഫീസിൽ പോയത്. പോയിട്ട് സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, എൻ്റെ കാര്യത്തിൽ അവൾ ഇനി ഇടപെടാൻ വരരുത്, അവരെ വർക്ക് അവർ ചെയ്യണം എന്ന് ഇത്രയും അവളോട് പറഞ്ഞുകൊണ്ടിരുന്ന സാറ് ആരോട് നീ പറയുന്നത് കേട്ടും കൊണ്ടാണ് പിള്ളയെ മർദ്ദിച്ചത്. ഒരടി കൊടുത്തു. 2ാമത്തെ അടിയിൽ നിലത്തി വീഴുന്ന് അവിടെ ഇട്ട് അടിച്ചു. 12:30 മോൾ വിളിച്ചു പറഞ്ഞു അമ്മ എന്നെ അടിച്ചു, അമ്മ വീഡിയോ കോൾ വാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ കോൾ പോയപ്പോഴത്തേക്കും എൻ്റെ മോളിൻ്റെ കണ്ണൊക്കെ ചേർന്ന് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് കരഞ്ഞ്. എനിക്കിന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് എൻ്റെ മോളെ ക്രൂരമായിട്ട്. അതുകൊണ്ട് എന്ത് ശിക്ഷ വേണോ അയാൾക്ക് ഞാൻ എവിടം വരെ പോകാനും തയ്യാറാണ്. ഇപ്പോൾ ഈ അഡ്വക്കേറ്റിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അതിലുള്ള ഒരു പ്രതികരണം എന്താണ്? അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ പോയിരുന്ന് സമരം വിളിക്കും. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇന്ന് ഓഫീസിൽ പോകും. അയാളെ എന്ത് വെച്ചാലും അയാൾ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി ഒരു കുഞ്ഞിന് ഇങ്ങനെ വരരുത്. അഭിഭാഷകൻ ശ്യാമിലിയെ മർദ്ദിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 20 മണിക്കൂറോട് അടുക്കുകയാണ്. ഇതുവരെ ഈ അഭിഭാഷകനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കോട്ടവിളയിൽ നിന്ന് സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.